ഇന്ത്യക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 50% തീരുവ അത് പുതിയ ലോക വ്യാപാര ക്രമത്തിന് വഴിവെക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി പുറത്തുവരുന്നുണ്ട്. നടപടി ബ്രിക്സ് പോലെയുള്ള ബ്ലോക്കുകളെ ശാക്തീകരിക്കുമെന്ന് US സാമ്പത്തിക ശാസ്ത്രജ്ഞർ പോലും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യയും US തമ്മിൽ നിലവിലുള്ള തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. അധിക തീരുവ ദീർഘകാല പ്രത്യാഘാതം ഉണ്ടാക്കില്ലെന്നാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മിഥുന്, ഇന്ത്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പുതുതായി 40ഓളം വിപണി സാധ്യതകൾ കണ്ടെത്തുക എന്ന തരത്തിലൊക്കെ അത് ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷെ അപ്പോഴും ചെറുകിട സെക്ടറുകൾ, പ്രത്യേകിച്ച് വസ്ത്ര സ്ഥാപനങ്ങൾ പോലെയുള്ള വസ്ത്ര നിർമ്മാതാക്കൾ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്. തിരുപ്പൂരിലും മറ്റും വലിയ പ്രതിസന്ധി, വസ്ത്രമോ കെട്ടിക്കിടക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ദീർഘകാലത്തേക്ക് പ്രശ്നമുണ്ടാക്കില്ല എന്നും സമീപകാലത്ത് തന്നെ പരിഹരിക്കാനാകുമെന്നും കൂടുതൽ വിപണികൾ കണ്ടെത്തുന്നതോടെ നമ്മൾ ശാക്തീകരിക്കപ്പെടും എന്നൊക്കെയാണോ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു നിലപാട്? രജിത്ത്, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. കാരണം അതിനുവേണ്ടിയുള്ള അവസാനഘട്ട ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ്. ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ളൊരു വിശദീകരണമാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഇപ്പോഴുണ്ടാവുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, നിലപാട് കടുപ്പിച്ച് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ മറുപടി അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നുള്ള വിവരം തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊക്കെ അദ്ദേഹം ആ ഫോൺ എടുത്തില്ല എന്നടക്കമുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നു. അതൊക്കെ സൂചിപ്പിക്കുന്നത് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്ന നടപടി അത് എന്ത് തന്നെ ആയാൽ പോലും തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും ഒരടി പോലും പിന്നോട്ട് പോകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന സൂചനകൾ കൂടിയായിരുന്നു അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ നമുക്ക് വെളിവാവുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ചില സാമ്പത്തിക ശാസ്ത്രജ്ഞരും വിദഗ്ധരും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇത്തരത്തിലൊരു കടുംപിടുത്തം നേരത്തെ റഷ്യയ്ക്ക് മേൽ വലിയ രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ റഷ്യ മറ്റ് രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ വ്യാപാരം മെച്ചപ്പെടുത്തുകയും ഒപ്പം തന്നെ വിപുലീകരിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ രീതിയിലേക്ക് ഇന്ത്യ കൂടി കടക്കാക്കുമെന്നുള്ള അല്ലെങ്കിൽ കടന്നേക്കുമെന്നുള്ള ഒരു ചില അഭ്യൂഹങ്ങളുണ്ട്. അതല്ല മറ്റൊന്ന്, അത് ആശങ്കകൾക്ക് വഴിവെക്കുകയും ഒപ്പം തന്നെ അത് US തന്നെയാണ് കനത്ത പ്രഹരം ഏൽപ്പിക്കാൻ പോകുന്നത് എന്നുള്ള അടക്കമുള്ള ചില സൂചനകൾ കൂടി നൽകുന്നതായിരുന്നു ഇത്തരത്തിൽ ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെയും ഒപ്പം തന്നെ വിദഗ്ധരുടെയൊക്കെ അഭിപ്രായങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ അത് പാശ്ചാത്യ ശക്തികൾക്ക് മേലെ വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു സങ്കീർണമായ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള തീരുമാനത്തിലേക്ക്, അടുത്ത നടപടികളിലേക്ക് ഈ രാജ്യങ്ങൾ പോവും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഒരു തരത്തിലും അമേരിക്കയ്ക്ക് ഭൂഷണമായിട്ടുള്ളതല്ല എന്നുള്ള ചില അഭിപ്രായങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം US സെനറ്റ് സെക്രട്ടറി വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഇത്തരത്തിൽ യുദ്ധം മുന്നോട്ട് പോകാനുള്ള ഇന്ധനം നൽകുന്നത് അത് ഇന്ത്യയും മറ്റ് രാജ്യങ്ങളുമാണ്. ഇത്തരത്തിൽ എണ്ണ റഷ്യയുടെ ഭാഗത്ത് നിന്ന് വാങ്ങിക്കുന്നത് കൊണ്ടാണ് ഈ പുടിൻ ഈ ഒരു തരത്തിലും വഴങ്ങാതെ ഈ അനന്തമായി ഇങ്ങനെ റഷ്യ യുക്രൈൻ യുദ്ധം ഇങ്ങനെ നീണ്ടുകൊണ്ട് പോകുന്നത്. അതിന് ഇന്ധനം നൽകുന്നത് ഇന്ത്യയുടെ നടപടിയാണ്. ഇന്ത്യ തുടങ്ങി വെച്ച യുദ്ധമെന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ത്യ ഈ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ ആ സാഹചര്യത്തിൽ റഷ്യക്ക് പണമില്ലാതെയാകും. അതുകൊണ്ട് തന്നെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ട്രംപ് വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ മിഥുൻ. കാരണം ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് മാത്രമല്ല ഇതിന്റെ പ്രശ്നം, വ്യാപാര ചർച്ചകളടക്കം ഇന്ത്യ നീട്ടിക്കൊണ്ടു പോകുന്ന പശ്ചാത്തലം ഒരുങ്ങി. അത് പക്ഷേ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതാകാം. ഇതിൻ്റെ ഒരു പ്രത്യാഘാതം അമേരിക്കയിലും ഉണ്ടാക്കും. കാരണം അമേരിക്കയൊക്കെ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ധാരാളമായി അമേരിക്കക്കാർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണ്. അതില്ലാതായാൽ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വില കൂടുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാകും അവിടെ. അതൊക്കെ അമേരിക്കയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതും തിരിച്ചറിയുന്നുണ്ടാകാം ഒരുപക്ഷേ ട്രംപ്. അവിടെയാണ് ഇന്ത്യ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പലപ്പോഴും പല രാജ്യങ്ങൾക്കും തീരുവകൾ പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് പിൻവലിച്ച ചരിത്രവും ട്രംപിനുണ്ട്. മിഥുൻ,
രഞ്ജിത്ത്, തീർച്ചയായും. കാരണം അത്തരത്തിലുള്ളൊരു കാഴ്ച നമ്മൾ കണ്ടതായിരുന്നു. ഇതേ നിലപാട് തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് മേലെ വലിയ രീതിയിൽ പകരച്ചുങ്കവും ഒപ്പം തന്നെ അധിക തീരുവയൊക്കെ ഉയർത്തുന്നത് നമ്മൾ ആദ്യഘട്ടങ്ങളിൽ കണ്ടതായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് മേൽ ഇത്രയും അധികം തീരുവ ഉയർത്തിയതിനു ശേഷം ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ചൈനയ്ക്ക് ഒരു തലോടൽ എന്ന രീതിയിൽ ഈ തീരുവ ചുമത്തുന്നതിൽ നിന്ന് പിന്നോട്ട് പോവുകയും അത് കുറച്ചൊക്കെ നൽകുന്നത് നമുക്ക് കാണുകയും ചെയ്തതാണ്. അതിന് സമയം നീട്ടി നൽകുന്നതൊക്കെ കാണുകയും ചെയ്തതാണ്. അത് ഈ ഒരു മുന്നറിയിപ്പിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്ന് നമുക്ക് വിലയിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ ഈ രാജ്യങ്ങൾ, അതായത് റഷ്യ, ചൈന, ഇന്ത്യ, ഈ ഇത്രയും അത് ഈ യു.എസിനു മേൽ വലിയൊരു പുതിയ ഒരു ലോകക്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അത്തരത്തിലെത്തിയാൽ അത് വലിയ ഭീഷണിയാകാൻ പോകുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ് എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിൽ കൂടിയാകാം ഇത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ചൈനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വ്യാപാരം നടത്തുന്നതാണ്. കാരണം ഇത്രയും ട്രില്യൺ ഡോളർ, ഏകദേശം 1000 ബില്യൺ ഡോളറിന് അധികമുള്ള വ്യാപാരങ്ങൾ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ചൈനയുമായി ബന്ധപ്പെട്ട US നടത്തിയിട്ടുണ്ട്. അതിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ചൈനയെ ഒരു തരത്തിലും പിണക്കാൻ പാടില്ല. ഒപ്പം തന്നെ ഈ 2 ദിവസം കഴിയുമ്പോൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ജപ്പാനിലെത്തിയിട്ടുണ്ട്. ജപ്പാനിലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാര രംഗത്തും ഒക്കെ തന്നെ വളരെ ദീർഘകാലമായിട്ടുള്ള സൗഹൃദമാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം അദ്ദേഹം നേരെ പോകുന്നത് ചൈനയിലേക്കാണ്. അവിടെ ഇത്തരത്തിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ നടക്കുന്ന ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും. അവിടെ വ്ളാഡിമിർ പുടിൻ എത്തുന്നുണ്ട്. വ്ളാഡിമിർ പുടിനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ വലിയ രീതിയിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ശക്തിപ്പെടുന്ന തരത്തിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ അമേരിക്കയ്ക്കുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള പ്രതിസന്ധി ഇന്ത്യയുടെ കയറ്റുമതി മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കാനാകും എന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത്തരം പ്രശ്നങ്ങളെ ഇന്ത്യക്ക് ഗുണം ചെയ്യുകയുള്ളൂ എന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് എങ്കിൽ പോലും ഇപ്പോഴും അനുരഞ്ജനത്തിലുള്ള സാധ്യതകൾ ഇന്ത്യ തള്ളിക്കളയുന്നില്ല താനും. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.